ഹലോ. ഇന്ന് നമുക്ക് കുറച്ച് കോഴിക്കോടൻ വിശേഷങ്ങളായാലോ? ട്രിവാൻഡ്രത്തിന് കാലിക്കറ്റിലേക്ക് നമ്മൾ ട്രെയിനിനാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ രാവിലെയുള്ള 9:15 നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ഓട്ടോ വിളിച്ച് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റിലേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നേ. സ്ലീപ്പർ കോച്ചായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ലഗേജ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. കാര്യം ഈ പെട്ടിയൊക്കെ എടുത്ത് നമുക്ക് കയറണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണല്ലോ ട്രെയിനിൽ. കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ എസ്കലേറ്ററിൽ ഈ പെട്ടിയൊക്കെ കയറ്റി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിനിലെത്തി സീറ്റിലൊക്കെ ഇരുന്നു. ആദ്യമേ ചെന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സീറ്റിൽ, ആ ഒരു കോച്ചിൽ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തൃശ്ശൂർ വരെ നമ്മുടെ ആ ഒരു സീറ്റിൽ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഗുരുവായൂരേക്ക് പോകുന്നവരും അങ്ങനെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ, നമ്മൾ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത. ഈ പറഞ്ഞ പോലെ കാലിക്കട്ട് എനിക്ക് കുറച്ച് നൊസ്റ്റാൾജി ഉള്ള ഒരു സ്ഥലമാണ്. കാലിക്കട്ട് അല്ല, പൊതുവെ പറയുകയാണെങ്കിൽ മലബാർ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ്. എൻ്റെ കരിയറിൻ്റെ ബിഗ് സീറോയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലം കൂടിയായിരുന്നു മലപ്പുറം. അപ്പോൾ മലപ്പുറത്തേക്കും നമ്മളൊരു ട്രിപ്പിന് വേണ്ടി വരുന്ന സ്ഥലമായിരുന്നു കാലിക്കട്ടെ. അങ്ങനെ കാലിക്കട്ട് എത്തി നമ്മളൊരു ഓട്ടോ വിളിച്ച് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയാണ് റൂം വരുന്നത്. അവിടെ ഒരു ഹോളുണ്ട് കോമൺ ആയിട്ട്. അതിനകത്ത് 3 റൂംസ് അങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് ഒരു റൂമാണ് നമ്മുടെ ഇത്. അങ്ങനെ അവിടെ ചെന്ന് അന്നത്തെ ദിവസം ഒന്ന് റിലാക്സ് ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ വരുന്നത്. അത്യാവശ്യം അടിപൊളിയാണ്. കുറച്ച് തെങ്ങും കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഹൈലൈറ്റ് മോളിൻ്റെ അകത്ത് ബിസിനസ് പാർക്കിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. രാവിലെ ചെന്ന് ഓഫീസിൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ രാവിലെ പോയ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് വൈകുന്നേരം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് അക്കോമഡേഷൻ ഉള്ളത്. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം പോകുമ്പോഴത്തേനേ വഴി കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് തിരിഞ്ഞും വളഞ്ഞൊക്കെ പോകണേ. നമുക്ക് 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാലേ പിടി കിട്ടുള്ളൂ. അപ്പം ഞാൻ 2-3 ദിവസം ഓട്ടോയ്ക്ക് തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ചെന്നപ്പോൾ നമുക്ക് റൂമിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നേ. വേറൊരു റൂം നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലൊന്ന് സെറ്റിലായി. നമ്മൾ ഈ പെട്ടിക്കകത്തെല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് എല്ലാം എടുത്ത് വെക്കാനൊക്കെ കുറച്ച് നമുക്കൊരു പണിയാണല്ലോ. അങ്ങനെ റൂമിലെത്തി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഓഫീസ് ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഇഹാ ഡിസൈൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ച് ജനാലയൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നേ. ഇത് 2nd ഫ്ലോറാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഒരു ഹൈറ്റിലാണ് ശരിക്കും ഈ ഒരു ലൊക്കേഷൻ ഇരിക്കുന്നത്, അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഏകദേശം നമ്മുടെ ഇടുക്കിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. കുറച്ച് കുന്നും മലയും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ ഇത് കോക്കനട്ട് ചിക്കൻ എന്ന് പറഞ്ഞ ഒരു സ്നാക്കാണ്. ആ കയറിയ കടയിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. മലബാർ ഫുഡിനെ തോപ്പിക്കാനായിട്ട് കേരളത്തിൽ ആർക്കും പറ്റത്തില്ലല്ലോ. ഇത് അത്യാവശ്യം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. 45 രൂപയുള്ള ആ ഒരു ചെറിയ ബോളിനെ. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അതിനകത്ത് മിച്ചറൊക്കെ ഞാനൊരു ഡപ്പയിൽ തട്ടി വെച്ചു. നമുക്ക് വരും ദിവസങ്ങളിൽ സ്നാക്സ് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കഴിക്കണമല്ലോ. അങ്ങനെ വൈകുന്നേരം ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതെപ്പോഴും എനിക്ക് ഈ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. യൂഷ്വലി നമ്മൾ കഴിച്ച് വന്നൊരു ടേസ്റ്റ് അല്ല, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ബഡ് ഇവിടുത്തെ ഫുഡ്സിന് ഉണ്ടായിരിക്കുവേ. ഈ ഒരു ടി വി ശരിക്കും ഇവിടെ ഭംഗിക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. വർക്ക് ചെയ്യുന്നില്ല. ഇനി എനിക്ക് അതിൻ്റെ യൂസേജ് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഏതെങ്കിലും സ്വിച്ച് മാറി ഇട്ടതായിരിക്കാം. ഇന്നങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്കിൻ്റെ കുറച്ച് ഞാൻ വായിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വായിക്കാമെന്ന് വിചാരിച്ചു. വായിച്ച് വന്നപ്പോഴത്തേക്കിനും ഇത് ഇരുന്നങ്ങ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ബുക്കിനോട് ഇങ്ങനെ അഡിക്റ്റ് ആവുമല്ലോ. അങ്ങനെ കുറേ സമയം ഇരുന്ന് വായിച്ചു. ഞാൻ ഏകദേശം ഒരു 10:30 വരെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. 2-3 ദിവസം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. വയനാടൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കോഴിക്കോടത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് മഴയുണ്ടായിരുന്നു ഇവിടെ. രാവിലെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നമ്മൾ റെഡിയായി ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നേ. ഓഫീസിലെത്തി ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് ഓഫീസിലെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ മഗ് ആൻഡ് ഹഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ടായിരുന്നേ. അവിടെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു എക്സ്പ്രസോയും അതുപോലെ തന്നെ ചിക്കൻ പോപ്കോണും ആയിരുന്നു ഇന്ന് നമ്മൾ ലഞ്ചിനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ച് ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നേ. അങ്ങനെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം തിരിച്ച് റൂമിലെത്തിയേ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. റൂമിലെത്തുക, ഈ ജനാല തുറന്നിടുക, അവിടുത്തെ കാഴ്ചകൾ കുറേ നേരം കണ്ടിരിക്കുക, അത്രേ ഉള്ളേ. നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷനിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലേ. അപ്പോൾ ഇന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് അവിടെ ചായ കിട്ടുന്നുള്ളത്. ഈ ഒരു ചെറിയ ചായക്ക് 20 രൂപയാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മിഷൻ കോഫി ആയതുകൊണ്ട് നല്ല ഏലക്കയും
ഇഞ്ചിയൊക്കെ ഇട്ട ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്നലെ തട്ടി വെച്ച് മിച്ചറും കൂട്ടി ഇന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് കുറേ നേരം ഇവിടെ നെറ്റ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതായത് ജിയോയ്ക്ക് നെറ്റ്വർക്ക് പൊതുവേ കുറവുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഫോൺ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചൊരു സഫോക്കേഷൻ വരുമല്ലോ. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളൊന്ന് റെഡിയായി കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ജോലികളുണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി വൈകുന്നേരമൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചേ. ഇതാണ് നമ്മുടെ ഏകദേശം രാത്രി പകലും കൂടെ വിട വാങ്ങുന്നതിൻ്റെ ആ ഒരു മൊമെന്റിലുള്ള ഒരു വ്യൂവേ. ഇതിൻ്റെ താഴെ ഒരു ടർഫുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ടർഫിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ കാമാണ്. അവിടെ വേറെ ഒരു സൗണ്ടും ഇല്ല. ഈ ടർഫിൽ കളിക്കണ സൗണ്ട് മാത്രമേ ഉള്ളേ. കുറേ തെങ്ങ് ഇങ്ങനെ ഉണ്ട്. പിന്നെ താഴെ കുറേ ചെടികളുണ്ട്. പിന്നെ കുറേ ലൈറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഒതുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ കുറേ മടക്കി വെച്ചു. പെട്ടി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും മാറ്റി വെക്കാനും എടുത്ത് പൊക്കാനും അത് തന്നെ ഒരു ജോലിയാണ്. അങ്ങനെ റൂമൊക്കെ ഒതുക്കിയിട്ടെങ്കിലല്ലേ നമുക്ക് ഇന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമല്ല. അപ്പം നമുക്ക് പെട്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കേണ്ടതുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടുന്ന് പോയ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസം കാലിക്കറ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമുക്കൊരു 6 ഡേയും 5 നൈറ്റും അത്രേ ഉള്ളായിരുന്നു നമ്മുടെ സ്റ്റേ. അപ്പം നമ്മൾ കരുതിക്കൊണ്ട് പോയ ലഗേജ് ഏറെയായിരുന്നേ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും നമ്മൾ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് പതുക്കെ കിടക്കാനായിട്ട് പോയേ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും അന്നും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ അത്ര മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇന്നായപ്പോഴത്തേനും ഞാൻ വഴിയൊക്കെ ഏകദേശം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസം പോകാനായപ്പോഴത്തേക്കും നമുക്ക് വഴി ഏകദേശം ഒരു പരിചയമായിട്ടുണ്ടായിരുന്നു. മഴയുടെ ഇടയ്ക്കോടെ ഇത് കണ്ട് ചെറിയ വെയിലും വരുന്നുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ഹൈലൈറ്റ് മാളിലേക്ക്. രാവിലെ താഴെ ഇറങ്ങി ചെന്ന ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഓഫീസിലെത്തി. ലഞ്ചിൻ്റെ ടൈമായേ. ഇന്ന് ലഞ്ച് കഴിക്കാൻ പോയത് അവിടെ ഉള്ളൊരു ഒരു കഫേയിലാണ്. ഇതറിയാലോ, ഹൈലൈറ്റ് മാൾ ആകുമ്പോഴത്തേക്കിനും അവിടുത്തെ ഏരിയ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കയറി ഫുഡ് കഴിക്കാമേ. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു സ്മൂത്തിയാണ് കഴിച്ചത്. മാംഗോ ബനാന സ്മൂത്തിയാണ്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നേ. അങ്ങനെ വഴി നമ്മൾ കാണാതെ പഠിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നടന്നു പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നടന്ന് നമ്മുടെ അക്കോമഡേഷൻ ഏകദേശം താഴത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ കണ്ടോ ചേമ്പുന്തോട്ടം ഉണ്ട്. ഇത് ഞാൻ ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് കാണുന്നത്. ഇത് ഈ പറഞ്ഞാൽ ഇടുക്കി പോലത്തെ ഒരു സ്ഥലമാണ്. ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീടുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഏകദേശം അങ്ങനെയാണ്. അങ്ങനെ വൈകുന്നേരം റൂമിലൊക്കെ എത്തി ഒന്ന് ഫ്രഷായി ഈ പുസ്തകം ഞാനൊന്ന് വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ലൊരു പുസ്തകമാണിത്. ഇന്നും നമുക്ക് റൂം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. 2nd ഫ്ലോറിൽ നിന്ന് നേരെ 1st ഫ്ലോറിലേക്ക് നമ്മുടെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പെട്ടിയും പ്രമാണങ്ങളൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവച്ച് പിറ്റേന്ന് നമ്മൾ ജോലിക്കൊക്കെ പോയി. വൈകുന്നേരമായേ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങാമായിരുന്നു. അങ്ങനെ മിഠായി തെരുവ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവിടുന്ന് ഓട്ടോ വിളിച്ച് നമ്മൾ മിഠായി തെരുവിലെത്തിയേ. മിഠായി തെരുവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വക സാധനങ്ങളും കിട്ടുന്നൊരു സ്ട്രീറ്റാണ്. പാളയമാണ് ലൊക്കേഷൻ വരുന്നത്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ചല്ല പോയത്. ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അലുവ കടയിലൊക്കെ കയറി എല്ലാ കടകളിലും ജസ്റ്റ് ഒന്നിങ്ങനെ കയറി ഇറങ്ങിയതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സാധനങ്ങളും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അലുവ മാത്രം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ ഒരു ഇഷ്ടംപോലെ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടേ. ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മിഠായി തെരുവിൽ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ച് റൂമിലെത്താമെന്ന് വിചാരിച്ചേ. അങ്ങനെ റൂമിലെത്തി. റൂമിൻ്റെ താഴെ വരെ ഇന്ന് ഓട്ടോ വന്നുള്ളൂ. അവിടുന്ന് പതുക്കെ നടന്ന് കയറി റൂമിലെത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് നാളെ രാവിലെ തിരിച്ചു പോകണം. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കണമല്ലോ. അങ്ങനെ എല്ലാ പാക്കിങ്ങും ചെയ്തു. കാലിക്കറ്റ് വരെ വന്നിട്ട് ഒരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കാണ്ട് പോയിട്ടുണ്ട്. അതെനിക്ക് വലിയ വിഷമമാവേ. അങ്ങനെ ഞാൻ മിഠായി തെരുവിൽ നിന്ന് വന്നപ്പോൾ ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് അടിപൊളി ബിരിയാണിയാണ്. കഴിച്ചതിൽ ഏറ്റവും മോശം ബിരിയാണി കഴിച്ചിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. കാര്യം ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇരുന്നത് കൊണ്ടായിരിക്കും ഈ ബിരിയാണിക്കകത്ത് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി നമ്മൾ കോഴിക്കോടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. സ്ഥിരം പോണ ഓട്ടോ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ഉണർന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റൊക്കെ ഫങ്ഷനിങ് ആണ്. രാവിലെ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ. നേരത്തെ എത്തി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ. കാര്യം വന്ദേ ഭാരതായിരുന്നു നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രെയിന്. അത് ഒരു 2 മിനിറ്റ്സ് ഹാൾട്ടാണ് ഇവിടെ നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്ന പാടെ നമുക്കങ്ങനെ അധികം ടൈമൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട്, പിന്നെ ഓവർ ലഗേജും ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒന്ന് കുറേ സമയം ഏകദേശം ഒരു 1 മണിക്കൂർ മിച്ചം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ കുറേ നേരം അവിടെ നോക്കി എല്ലാ പോകുന്ന വരുന്ന ട്രെയിനൊക്കെ നോക്കിയിരുന്നു. നമുക്കിങ്ങനെ എപ്പോഴും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ലല്ലോ ട്രെയിനൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വന്ദേ ഭാരതിൽ ചെന്നപ്പോഴത്തേനും നമുക്കൊരു പത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റിലിങ്ങനെ വെച്ചേക്കുക, രാവിലത്തെ ട്രെയിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പലർക്കും പല ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറാണ് കിട്ടുന്നത്. എനിക്ക് കിട്ടിയത് തെലുങ്കാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിൽ യാത്ര തിരിച്ച് AC കോച്ചാണ് വരുന്നത്. ഒരു മിനി ഫ്ലൈറ്റ് യാത്ര പോലെയാണ് വന്ദേ ഭാരതിൽ യാത്ര. സൂപ്പർ കംഫർട്ടബിൾ ആണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അഫോർഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. നമുക്കൊരു കുറഞ്ഞ ടൈമിൽ നമുക്ക് എത്താൻ പറ്റും. അതാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ രാവിലെ 9 മണിക്കാണ് കാലിക്കട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3:05 ആയപ്പോഴത്തേന് കറക്റ്റ് ടൈമിൽ ട്രിവാൻഡ്രത്ത് എത്തിയേ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു നമ്മുടെ ട്രാവലിങ്ങിൽ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ലഞ്ചും ഉണ്ടായിരുന്നേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടായിരുന്നു, എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വട ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ടീ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ടീ മിക്സും കൂടി ഉണ്ടായിരുന്നേ. ചൂടുവെള്ളം അവർ തരും, ചായ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കുടിക്കണം. അതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ടിഷ്യൂ ഉണ്ട്, കട്ട്ലറി ഉണ്ട്, അതെല്ലാം പ്രൊവൈഡഡ് ആണ്. പൊതുവേ നമുക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മടി തോന്നുമല്ലോ. ഞാൻ അങ്ങോട്ട് പോയ സമയത്തൊന്നും ട്രെയിനിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത്രയ്ക്കും പേടിയാണ്, കാര്യം വൃത്തിയില്ലാത്ത ഫുഡായിരിക്കുമല്ലോ. പക്ഷെ വന്ദേ ഭാരതിലെ ഫുഡ് പറയാണ്ടിരിക്കാൻ ഒരു തരവും ഇല്ല, അടിപൊളിയാണ്. അതായത് അവർ സെർവ് ചെയ്യുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നുന്നേ. അത്ര നീറ്റാണ്. സ്റ്റാഫൊക്കെ മറ്റേ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടത് പാക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമുക്കത് തരുന്നത്. അപ്പം നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടില്ല. അതിനകത്ത് ഒരു സാധനം നമുക്ക് അഡീഷണൽ ചോദിക്കേണ്ട വരത്തില്ല. ഇത് ഇടിയപ്പം കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കുറച്ച് സമയം എടുക്കും, കുറച്ചേറെ മെനു ഉണ്ടല്ലോ നമുക്ക് കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇനി കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചേ. ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ ഒരു വന്ദേ ഭാരത് പോണത്, അറിയാലോ. പക്ഷെ നമുക്ക് അതിനകത്തിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ലേ, അത്ര കംഫർട്ടബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ, ഒരു 12:30 ആയപ്പം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഏകദേശം ഒരു 3:05 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ്. അപ്പം നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്